ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഇറ്റ്സ് അവർ ഗുരുകുലം യൂട്യൂബ് ചാനൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം സ്റ്റുഡൻസ് പോർട്ടലിൽ കയറിയിട്ട് ഇമെയിൽ ആൻഡ് പാസ്വേഡ് അടിച്ച് ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം. ആദ്യം നമ്മൾ ഇമെയിൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക, എന്നിട്ട് നമ്മുടെ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് വരും? സ്റ്റുഡൻസ് പോർട്ടലായിരിക്കും ഓപ്പൺ ആയി വരിക. കണ്ടോ, സ്റ്റുഡൻസ് പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ആയി വരും. എന്നിട്ട് നമ്മൾ നേരെ സ്ക്രോൾ ചെയ്ത് താഴെ വരാൻ നേരത്ത് ആക്ഷൻസ് ആൻഡ് റിക്വസ്റ്റ് എന്ന് കാണാൻ പറ്റും. ആ ആക്ഷൻസ് ആൻഡ് റിക്വസ്റ്റിൽ കുറച്ചുകൂടി താഴെ പോകുന്ന നേരത്തും അസൈൻമെൻറ്റ്സ് എന്ന് കാണാം. ആ അസൈൻമെൻറ്റ്സിൽ ഓപ്പൺ ചെയ്യുക. ഓൾറെഡി സൈഡിൽ നമ്മുടെ പ്രോഗ്രാം കോഡ് കാണും. എന്നിട്ട് ഏത് സെമസ്റ്ററാണോ വേണ്ടത് ആ സെമസ്റ്റർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ S3 ആണല്ലോ, അപ്പം S3 സെലക്ട് ചെയ്തിട്ട് വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ വ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് താഴെ നമ്മുടെ ക്വസ്റ്റ്യൻസ് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന നേരത്ത് കാണാൻ പറ്റും. പേഴ്സണാലിറ്റി ആൻഡ് കൗൺസിലിംഗിൽ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ 1, 2. അപ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് 1 സെലക്ട് ചെയ്യുക. ഇതിലുണ്ടോ ക്വസ്റ്റ് ടൈറ്റിൽ കറക്റ്റാണ്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആണ് സെറ്റ് 1ലുള്ളത്. അനലിറ്റിക് ആണെങ്കിൽ അത്. പിന്നെ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ് റൈറ്റ് സൈഡിലായിട്ടൊരു ആരോ, താഴത്തേക്ക് ഒരു ആരോ പോലൊരു സംഭവമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ സേവ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മുടെ പേരടിച്ചു കൊടുക്കുക. നമ്മുടെ പേരില്ല, അസൈൻമെൻറ്റ് പേരടിച്ചു കൊടുക്കുക. പേഴ്സണാലിറ്റി ആൻഡ് കൗൺസിലിംഗ് ഡിസ്ക്രിപ്റ്റീവ് എന്നൊരു D എന്നിട്ടാൽ മതി. എന്നിട്ട് സേവ് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാക്ക് അടിക്കുക. അപ്പം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കാണാം. ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അടിക്കുക. അനലിറ്റിക്കൽ ആണെങ്കിൽ അനലിറ്റിക്കൽ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ്. അങ്ങനെ ഓരോന്നും എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അസൈൻമെൻറ്റ് ഇതിൻ്റെ എല്ലാത്തിനും സബ്മിറ്റ് ചെയ്യുന്നതാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്ന വ്യൂ അസൈൻമെൻറ്റ്സ് 1, 2, 3, 1, 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം വ്യൂ അസൈൻമെൻറ്റ് 1ൽ നേരെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് നേരെ ഇങ്ങോട്ട് കാണാൻ പറ്റും ഏതാണോ PG കാരുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 1-ാം തീയതിയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ സബ്മിഷൻ എന്ന് കാണാം. എന്നിട്ട് ഓൺലൈൻ സബ്മിഷൻ സെലക്ട് ചെയ്ത് അവിടെ ചൂസ് ഫയൽ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കറക്റ്റ് ഫയൽ നെയിം കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. അത് മാറിപ്പോതിരിക്കുക. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ അസൈൻമെൻറ്റും എഴുതി കഴിഞ്ഞ് അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എങ്ങനെ തെറ്റിപ്പോയാൽ പണിവാളി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് നേരെ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇത്രയേ ഉള്ളൂ. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.